അപ്പൊ അതുകൊണ്ട് അതാണ് സ്വഭാവം എന്ന് പറഞ്ഞാൽ. സ്വഭാവത്തെ പഠിക്കാൻ അനസ് റളിയല്ലാഹുവിനെ പഠിച്ചാൽ മതി എന്നാണ്. 10 കൊല്ലം നബി തങ്ങളുടെ കൂടെ അനസ് റളിയല്ലാഹുവിന് താമസിച്ചിട്ട് ചെയ്യാത്തൊരു കാര്യത്തെ കുറിച്ച് എന്തുകൊണ്ട് ചെയ്തില്ല എന്നോ, ചെയ്ത ഒരു കാര്യത്തെ കുറിച്ച് എന്തുകൊണ്ടാണ് നീ അത് ചെയ്തത് എന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ല എന്നാണ് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. നബി തങ്ങളെ മൊത്തത്തിൽ പഠിക്കാൻ അനസ് റളിയല്ലാഹുവിനെ പഠിച്ചാൽ മതിയാവുന്നതാണ്. അനസ് റളിയല്ലാഹുവിന്റെ കവിളത്ത് ഇങ്ങനെ തൊട്ടിട്ട് അനസ് റളിയല്ലാഹുവിന്റെ ഇനിയിപ്പോൾ എല്ലാവരും അത് നോക്കുകയാണ്, ഭക്ഷണം ഇതിൻ്റെ ഇടയിൽ കൂടെ കൊടുത്തോട്ടെ എന്നാണ് അവർ ചോദിച്ചത്. എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ അയിമണ്ട് പോയി എന്നുള്ളതാണ് നമ്മളൊരു പ്രശ്നം. കൊടുത്തോളി എന്ന് ഞാൻ പറയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതാണ് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കണ്ടാവും, ഒരു കൊടുത്തോളും. അതിവിടെ പിരിണേന്റെ മുമ്പ് അതാണ് തീർക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിനായിരിക്കും. ആയിക്കോട്ടെ, അപ്പൊ അതാണ് സംഗതി. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചാണ്ട് നിൽക്കണ്ട, അങ്ങോട്ട് നോക്കി എല്ലാവരും. അതിൽ ഇനി അധികം സമയം ഉണ്ടാവില്ല. എന്റെ 10:30 കഴിഞ്ഞിട്ട് തങ്ങൾ വന്ന ആ സമയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് ദേശം നീട്ടി പിടിക്കുകയാണ്, അല്ലാതൊന്നുമില്ല. ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഒരു മഹല്ല് എന്ന് പറഞ്ഞാൽ ഒരു മഹലിന് 4 കാര്യങ്ങൾ ഏത് മഹലിന്റെയും പുരോഗതിക്ക് നിർബന്ധമായും ചെയ്യണം. ഒന്ന്, മഹല്ലത്തിൽ ജീവുള്ള ഒരു ഖുർആൻ ക്ലാസ് ഉണ്ടാവണം. പേരെന്ത് പറഞ്ഞാലും വേണ്ടില്ല, ഖുർആൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഖുർആൻ അങ്ങനെ ഓതി അർത്ഥം വെക്കുക എന്നൊന്നല്ല അതിന്റെ അർത്ഥം. ഹദീസ് പറയാം, ഫിഖ് പറയാം, പേര് ഖുർആനാണ്. ജീവുള്ള ഖുർആൻ ക്ലാസ് എന്ന് പറയാൻ എന്താ കാരണം എന്നറിയങ്ങള്? ഖുർആൻ ക്ലാസ് ജീവുള്ളതും ജീവല്ലാത്തതുകൊണ്ട്. ഇപ്പൊ നമ്മളെ ഈ ക്ലാസിന്റെ ജീവൻ പോകാത്തതിന്റെ കാരണം എന്താ അറിയോ? ഈ കൊടുക്കണ പൊതിയാണ് അതിന്റെ കാരണം. അല്ലെങ്കിൽ ഇത് മൊത്തം നീച്ചു പോയിട്ടുണ്ടാവും, എനിക്കറിയാലോ. അതാണ് ജീവുള്ള ഖുർആൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ആവി പോകണത്. അതാണ് ഈ ജീവുള്ള ഖുർആൻ ക്ലാസ്. ജീവണ്ടാണെങ്കിൽ 2 കാര്യം വേണം. 2 കാര്യം. ഒന്ന്, എന്തേലും ഒന്ന് ചെല്ലിയിട്ട് ദ്വാരക്കണം. മജ്ലിസിനോട് പറ്റും, അല്ലെങ്കിൽ സ്വലാത്തോ ദിക്റോ ഇസ്തിഗ്ഫാറോ എന്തെങ്കിലും ഒന്ന് ചെല്ലിയിട്ട്, ഒന്നുമില്ലെങ്കിൽ ഒരു അശ്റക്കെങ്കിലും ചെല്ലിയിട്ട് ദ്വാരക്കണം. അത് 2 വാക്ക് മലയാളത്തിലും കുറച്ച് അറബിയിലും ദ്വാരന്നാൽ ജീവൻ ഉണ്ടാവും. രണ്ടാമത്, ഒരു ചെറിയ ആവി പോണ, ഇനിയൊരു ഗ്ലാസ് പായസമായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ജീവൻ പോകും. അപ്പൊ അതാണ് ജീവുള്ള ഖുർആൻ ക്ലാസ്. ഇനി മനസ്സിലാകാതിരിക്കണ്ട വെച്ചിട്ട് പറഞ്ഞതാണ്.